ഹലോ ഡിയർ ഡിയേഴ്സ്, ഇന്നത്തെ ടോപ്പിക്ക് കണ്ടല്ലോ. സെപ്പറേഷൻ സ്റ്റേജിൽ ഡി എമ്മിനെ പോലെയുള്ള ആളുകളെ ഡി എഫ് കാണാനിടയായാൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളിൽ പലർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലേ? ഈ ഒരു എക്സ്പീരിയൻസ് വൺ ടൈപ്പ് ഓഫ് സിങ്ക്രണസിറ്റിയാണ്. ഓക്കെ, നമ്മുടെ ലൈഫുമായിട്ട് ഒരുപാട് കണക്റ്റായ ഒന്നിനെ നമുക്ക് റിപ്പീറ്റായിട്ട് കാണിച്ചു തന്നുകൊണ്ട് ഇത് നിനക്കുള്ളതാണ്, ഇത് നിന്നിലേക്ക് തന്നെ എത്തപ്പെടും എന്ന് യൂണിവേഴ്സ് നമുക്ക് കൺഫർമേഷൻ തരുന്നത് ഇത്തരം സിങ്ക്രണസിറ്റീസിൽ കൂടിയാണ്. നമ്മുടെ ഡി എമ്മിനെ പോലുള്ള ആളുകളെ കാണിച്ചു തരുന്നത് തരത്തിലുള്ള ഒരു സിങ്ക്രണസിറ്റിയാണ് കേട്ടോ. ഈ ട്വിൻ സോൾസിൻ്റെ ബബിൾ ഫേസിലും ഇങ്ങനത്തെ സിങ്ക്രണസിറ്റി ഡി എഫിന് മുന്നിൽ വരാറുണ്ട്. ഡി എഫ് അത് എവിടെ കാണാനല്ലേ? ബബിൾ ഫേസിൽ ഡി എഫിൻ്റെ ഫോക്കസ് മുഴുവൻ തൻ്റെ ഡി എമ്മിലായതുകൊണ്ട് അവർക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ലല്ലോ. കാണാൻ പറ്റുന്നില്ല എന്നല്ല, കാണാനായിട്ട് അവർ ശ്രമിക്കുന്നില്ല എന്നാണ് സത്യം. ഇനി സെപ്പറേഷൻ സ്റ്റേജിലാണ് ഡി എഫ് പുറത്തേക്ക് കൂടുതലായും ശ്രദ്ധിക്കുന്നതല്ലേ. അപ്പോൾ എന്തായാലും സിങ്ക്രണസിറ്റി കാണാൻ അവർക്ക് കഴിയും. ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ ഡി എഫിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഡി എം സെപ്പറേഷനായി പോയതിൻ്റെ അഗാധമായ വേദനയിലിരിക്കുന്ന ആളാണല്ലേ. ഡി എം തിരിച്ചു വന്നെങ്കിൽ എന്ന് അതിയായി ആഗ്രഹിച്ചിരിക്കുന്ന ആളാണല്ലേ. നോക്കൂ ഡിയേഴ്സ്, ഈ ഒരു ടൈമിൽ ഡി എമ്മിനെ പോലെയുള്ള ഒരാൾ ഡി എഫിൻ്റെ മുന്നിലെത്തിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? ചില ഡി എഫ്സ് ആ ആളെ ദൂരെ നിന്ന് ഒരുപാട് വിഷമത്തോടെ തൻ്റെ ഡി എമ്മിനെ ഓർത്തുകൊണ്ട് നോക്കിക്കാണുമല്ലേ. മറ്റു ചില ഡി എഫ്സോ അവരെന്ത് ചെയ്യുമെന്നറിയോ? ആ ആളോട് കണക്റ്റ് ആകാൻ ശ്രമിക്കും. അങ്ങനെ കണക്റ്റ് ആയി കഴിയുമ്പോൾ ആ ആൾക്ക് ഡി എമ്മിൻ്റെ സ്വഭാവം ആയിരിക്കില്ല എന്ന് അവർക്ക് മനസ്സിലാകും. ശരിക്കും ഡി എഫ് ഇവിടെ ആ ആളിൽ സെർച്ച് ചെയ്യുന്നത് തൻ്റെ ഡി എമ്മിനെ തന്നെ ആയിരിക്കും. സത്യത്തിൽ അവളുടെ ആ ഒരു വിഷമത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരാശ്വാസത്തിനാണ് ആ ആളുമായിട്ട് അവൾ കണക്റ്റ് ആകാൻ ശ്രമിക്കുന്നത്. അവിടെയും അവൾ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. വീണ്ടും ആ ബന്ധത്തിൽ നിന്നും അവൾ സ്വയം ഒഴിഞ്ഞു മാറുന്നു. ചിലരുടെ കേസിൽ ഡി എഫ് ആ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് മുന്നേ തന്നെ അവരുടെ ട്രൂ ഡി എമ്മിൻ്റെ റീ എൻട്രി ഉണ്ടാകും. എന്ന് വെച്ചാൽ ആ ടൈമിൽ ഡി എം ഒരു റീയൂണിയനായിട്ട് വീണ്ടും ഡി എഫിലേക്ക് വരും എന്നതാണ്. ഡി എം വരുമ്പോൾ ഡി എഫ് വീണ്ടും എക്സൈറ്റഡ് ആയിക്കൊണ്ട് പഴയ പോലെ സ്നേഹമൊക്കെ വാരിക്കോരി കൊടുത്തുകൊണ്ട് അങ്ങോട്ട് ചെല്ലുവാണെങ്കിൽ ഡി എം വീണ്ടും ഓടും. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുവാണ്. എൻ്റെ ഫസ്റ്റ് സെപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഞാനൊരു കോളേജിലൊരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. വല്ലാതെ തകർന്നിരിക്കുന്ന ഒരു ടൈം ആയിരുന്നു അത്. ഡി എം എന്നേക്കുമായിട്ട് പോയി, ഇനി തിരികെ വരില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരു ടൈം ആയിരുന്നു അത്. എൻ്റെ ഫസ്റ്റ് സെപ്പറേഷൻ ഗ്യാപ്പ് ഒരു 3 മാസത്തോളം ഉണ്ടായിരുന്നു. ആ 3-ാമത്തെ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലൊന്നിലാണ് എനിക്ക് യൂണിവേഴ്സ് ഡി എമ്മിനെ പോലെയുള്ള ഒരാളെ കാണിച്ചു തന്നത്. ആളുടെ മുഖവും കണ്ണടയും സ്കിൻ കളറും മാത്രമാണ് എനിക്ക് ഡി എമ്മിനോട് മാച്ചിങ് ആയിട്ട് തോന്നിയത്. എൻ്റെ ഡി എം കണ്ണട വെച്ച ഒരാളാണ്. ഞാൻ കോളേജ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിന്നപ്പോൾ കുറച്ച് നേരം ഡി എമ്മിൻ്റെ ഡി പി ഒക്കെ എടുത്ത് നോക്കിയിരിക്കുമായിരുന്നു, ഡി എമ്മിനെ മിസ് ചെയ്തപ്പോൾ. ഓക്കെ, പിന്നെ ഇടയ്ക്ക് തല ഉയർത്തി ഒന്ന് നോക്കിയപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഈ ഒരാൾ പെട്ടെന്ന് എൻ്റെ കണ്ണിൽപ്പെട്ടു. എനിക്ക് അപ്പോൾ സന്തോഷം, സങ്കടം, ഷോക്കിങ് ആ ഒരു അവസ്ഥയായിരുന്നു. ആൾ എന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ല. അപ്പോഴേക്കും എൻ്റെ ബസ് വന്നു. ബസ്സിൽ കയറുന്നതിന് മുന്നേ ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കിയേ, ആളെ അവിടെ കണ്ടില്ല കേട്ടോ. പിന്നെ ഞാൻ കയറുന്നത് പ്രൈവറ്റ് ബസ്സിലായിരുന്നേ. ബസ്സിൻ്റെ ബാക്ക് ഡോറിലൂടെ ആളും ആ ബസ്സിൽ തന്നെയാണ് കയറിയത്. അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഞാൻ കരുതി ആൾ പോയെന്ന്. പിന്നെ എനിക്ക് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ ഇറങ്ങണമായിരുന്നു. ഞാൻ കൊട്ടാരക്കര എത്തിയപ്പോൾ എൻ്റെ സ്ഥലത്തേക്കുള്ള ബസ്സിൽ കയറിയിരുന്ന വെളിയിലോട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ പുറത്ത് ആൾക്കൂട്ടത്തിൽ അതേ ആളെ തന്നെ കണ്ടു. ആളും മറ്റൊരു ബസ് നോക്കി നിൽക്കുമായിരുന്നു. ബസ് വിട്ടു പോയപ്പോൾ വീണ്ടും എനിക്ക് കരച്ചിലും മിസ്സിങ്ങും വന്നു ഡി എമ്മിനെ ഓർത്തുകൊണ്ട്. പിന്നെയും അടുത്ത 2 ദിവസങ്ങളിലും കോളേജ് ബസ് സ്റ്റോപ്പിൽ വെച്ച് ഇതേ ആളെ തന്നെ കണ്ടു. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും ആളെ പ്രതീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ 4-ാമത്തെ ദിവസം ആയപ്പോൾ അന്ന് മുതൽ പിന്നെ ആളെ കണ്ടതേയില്ല. പിന്നെയും ആഴത്തിലുള്ള ഒരു സങ്കടത്തിലോട്ട് പോയി ഞാനിങ്ങനെ. അങ്ങനെ 4-ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് ഈ ഒരു സങ്കടത്തിലും ബസ്സിലിരുന്നു കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഡിവൈൻ എനിക്ക് ആകാശത്ത് മഴവില്ല് കാണിച്ചു തന്നിരുന്നു കേട്ടോ. ഈ മഴവില്ല് കണ്ടപ്പോഴും ഹായ് മഴവില്ല് എന്ന് പറയാൻ മാത്രമേ എനിക്ക് അറിവുണ്ടായിരുന്നുള്ളൂ. സീറ്റിൽ അടുത്തിരിക്കുന്ന ഒരു പരിചയമില്ലാത്ത ചേച്ചിയെ വിളിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ ആ ചേച്ചി എന്നോട് ചോദിക്കുക, ഇതുവരെ മഴവില്ലൊന്നും കണ്ടിട്ടില്ലയോ എന്നിട്ട് ആ ചേച്ചി മുഖം തിരിച്ചങ്ങിരുന്നു. ഞാൻ ആ സായിപ്പോയി ഡിയേഴ്സ്.
പോട്ടെ. ആ സമയത്ത് എനിക്ക് എന്താ സംഭവിക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. TF ജേർണി ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഡിയേഴ്സ്. ആ ആളെ കണ്ട് 5 ഡേയ്സ് കഴിഞ്ഞപ്പോൾ DM 3 മാസത്തെ സെപ്പറേഷന് ശേഷം വീണ്ടും എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നിരുന്നു. ഇവിടെ ഈ സെപ്പറേഷൻ സ്റ്റേജിൽ DMനെ പോലെയുള്ള ആളെ ഡിവൈൻ എനിക്ക് കാണിച്ചു തന്നത്, നീ വിഷമിക്കണ്ട, നിൻ്റെ DM അകലെയാണേലും നിൻ്റെ കൂടെ തന്നെയുണ്ട് എന്ന മെസ്സേജ് തരാനായിരുന്നു എന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. പിന്നെ അതുപോലെ ഈ ഒരു സംഭവത്തെ പറ്റി DMനോട് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി പറയുകയാണ്, നീ എപ്പോഴും എന്നെ പറ്റി ചിന്തിച്ചിരിക്കുന്നുണ്ട്, നിനക്ക് ആരെ കണ്ടാലും ഞാനാണെന്ന് തോന്നലാണെന്നാണ് പുള്ളി പറഞ്ഞത്. ആ ഒരു റിപ്ലൈ എനിക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. ഓക്കെ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു DF തൻ്റെ സെപ്പറേഷൻ സ്റ്റേജിൽ DMനെ ഓർത്ത് തളർന്നിരിക്കുന്ന ആ ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ തൻ്റെ DMനെ പോലെയുള്ള ആളുകളെ കാണാനിടയായാൽ അതിൻ്റെ അർത്ഥം യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് ഇതാണ്: നിങ്ങൾ വിഷമിക്കേണ്ട ഒരാവശ്യവുമില്ല, നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ തന്നെയാണ്. അടുത്തില്ലെങ്കിലും അകലെയാണെങ്കിലും നിങ്ങളുടെ DM നിങ്ങളോടൊപ്പം തന്നെയുണ്ട്, ധൈര്യമായിട്ടിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു സൈൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഒരു റീയൂണിയൻ, DMുമായിട്ടുള്ള ഒരു റീയൂണിയനും പ്രതീക്ഷിക്കുക. ഓക്കെ, എൻ്റെ ലൈഫിൽ അതാണ് സംഭവിച്ചത്. താങ്ക് യു.